ഹലോ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് സ്യൂ കോഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ തുണിസഞ്ചി ഉണ്ടാക്കിയാലോ. ഇത് ഒറ്റ നോട്ടത്തിൽ പേഴ്സാണെന്നേ തോന്നുള്ളൂ. ഇത് നിവർത്തി കഴിയുമ്പോഴാണ് ഇതൊരു സഞ്ചിയാണെന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഏതായാലും ഈ വർഷം നമ്മൾ പ്ലാസ്റ്റിക്കിനോട് വിട പറയുന്നൊരു വർഷമാണല്ലോ. അപ്പോൾ നല്ലൊരു തുടക്കം ആയിക്കോട്ടെ. അപ്പോൾ ഒരു സ്പെഷ്യൽ തുണിസഞ്ചി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കോട്ടൻ്റെ ക്ലോത്താണ്. ഇപ്പോൾ കോട്ടൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ ക്ലോത്ത് അല്ലാത്തതും പറ്റാഞ്ഞിട്ടല്ല, കോട്ടൻ്റെ ക്ലോത്താണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഇങ്ങനെ തുണിസഞ്ചിയൊക്കെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോൾഡഡ് എൻഡ്. നമുക്ക് ബോട്ടം താഴത്തേക്കുള്ള ഭാഗമായിട്ടാണ് വരിക. മറ്റേ എൻഡാണ് ഇതിൻ്റെ സഞ്ചിയുടെ മേൽഭാഗം. അപ്പോൾ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ച അതേ മെഷർമെൻറ്റിൽ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് ഇതിൻ്റെ മേൽഭാഗം നമുക്ക് പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് ഇതുപോലെ മെയിനായിട്ട് ഇതിൻ്റെ ക്ലോത്ത് ബാഗിൻ്റെ മെയിൻ പാർട്ട്, അതിനുള്ള ക്ലോത്ത്, പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ്, മേൽഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ട് വരുന്ന സ്ട്രാപ്പ്, അതിനുശേഷം പിന്നെ നമ്മളിത് മടക്കി വെച്ചിട്ട് പേഴ്സിൻ്റെ രൂപത്തിലാക്കുമ്പോൾ വെക്കുന്നതിന് അതിനുള്ള ക്ലോത്ത്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെയിം ക്ലോത്തിൻ്റെ തന്നെ 2 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ശേഷം വേണ്ടത് നമുക്ക് ഇതിൻ്റെ പേഴ്സ് പാർട്ട് ഇതിൽ തയ്ച്ച് ചേർക്കാനുള്ളതിൻ്റെ ഭാഗത്ത് വെക്കുന്നതിനുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്ത ക്ലോത്ത് വേറൊരു ക്ലോത്താണ്. അതെൻ്റെ കയ്യിൽ കോട്ടൻ്റെ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കോട്ടൻ്റെ ക്ലോത്ത് തന്നെയാണ്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഞാനിതുപോലെ കർവായിട്ടാണ് കട്ട് ചെയ്തത്. അതെന്തിനാന്നുള്ളത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിതിന് ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് അത്രയും പിന്നെ നേരിയ തുണിയാണ്. അപ്പോൾ ലൈനിങ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2 പീസ് ലൈനിങ് വെച്ചിട്ടുള്ള 2 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. കണ്ട ഈ ക്ലോത്ത് അത്രയും സോഫ്റ്റ്, ഇത്രയും നേരിയ തുണിയാണ്. അതുകൊണ്ടാണ് അതിന് ലൈനിങ് എടുത്തത്. ഒന്നെങ്കിൽ ലൈനിങ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് എടുക്കുക. ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ ഈ ലൈനിങ് ആയിട്ട് ഞാൻ വാങ്ങിച്ച തുണിയൊന്നുമല്ല, ഇതിൻ്റെ കയ്യിലുള്ള പഴയൊരു ക്ലോത്താണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് റെഡിയാക്കാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം കാണിച്ച ആ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മടക്കി, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഫോൾഡും കൂടെ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ 2 എഡ്ജിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 എഡ്ജിലും സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ വെച്ചിട്ട് 2 എഡ്ജിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. ഓരോ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ 2 സ്ട്രാപ്പിനുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേ മെത്തേഡ് തന്നെ അടുത്ത സ്ട്രാപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ സ്ട്രാപ്പൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പേഴ്സിനുള്ള ഈ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ തുണി ആണ് നമുക്ക് അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്തിട്ട് തയ്ച്ചു കൊടുക്കണം. ഇതിൻ്റെ എഡ്ജ് മുഴുവനായിട്ട് തയ്ക്കണം. ചെറിയൊരു ഗ്യാപ്പ് വിടാനുണ്ട്. ബാക്കിയുള്ള ഭാഗമെല്ലാം നമ്മൾ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിന് ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ലേസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മറ്റേ തുണിയുടെ നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കേണ്ടത്. എന്നിട്ട് എഡ്ജിലൂടെ തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട്
ഈ എഡ്ജിലൂടെ മൊത്തമായിട്ട് തയ്ച്ചെടുക്കണം നമുക്ക്. അങ്ങനെ ഇതൊരു ഒറ്റ തുണിയായിട്ട് എടുക്കണം, ഒറ്റ ക്ലോത്തായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ചെറിയ ഗ്യാപ്പ് വിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ഒരു 1.5-2 ഇഞ്ച് മാത്രം മതിയാവും. അതിനകത്തൂടെ നമുക്കിതിൻ്റെ നല്ല ഭാഗം പുറത്തെടുക്കാം. ബാക്കിയുള്ള ഭാഗം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട്. നമുക്കിതിലൂടെ ഇതിൻ്റെ നല്ല വശം പുറത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്തുകൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഇതിൻ്റെ ഈ നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് മുഴുവനായിട്ട് പുറത്തെടുത്ത് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ എഡ്ജ് ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗത്തൂടെ ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ലേസ് വെച്ചുകൊണ്ട് അതും ഒക്കെ വിട്ടു പോന്നിട്ടുണ്ടാവും ആ ഭാഗത്ത് മാത്രം. അപ്പോൾ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വിട്ട് വന്ന ഭാഗത്ത് നമുക്ക് ഈ ലേസ് ശരിക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്തൂടെ ചുറ്റുഭാഗത്തും ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പോഴേ അത് വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാണ് സ്ട്രാപ്പ് ഞാൻ അതുപോലെ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും അതുപോലെ എഡ്ജിലൂടെ തയ്ച്ച് ഇപ്പോൾ 2 സ്ട്രാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ക്ലോത്ത് ബാഗിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഫോൾഡഡ് എഡ്ജ് പറഞ്ഞ പോലെ അത് താഴത്തേക്കാണ്. ഇനി നമ്മുടെ സ്ട്രാപ്പ് വരുന്ന ഭാഗം ഇതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് അതിൻ്റെ അറ്റത്ത് ആ ഭാഗത്തൂടെ തയ്ച്ചു കൊടുക്കേണ്ടത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും തയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം താഴ്ഭാഗത്ത് തയ്ക്കണം. ആ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രാപ്പ് നമുക്കവിടെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാനൊരു ഏകദേശം ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒരു സൈഡിൽ സ്ട്രാപ്പ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചത് അതുപോലെ 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നമുക്ക് സ്ട്രാപ്പ് തൽക്കാലം അവിടെ വെച്ചതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കാം. അതൊന്നവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരെഡ്ജ് ഞാൻ അവിടെ കുത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് അടുത്ത എഡ്ജിലും അപ്പുറത്തെ എൻഡിലും അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മറ്റേ എൻഡ് അവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ പിന്ന് വെച്ചിട്ട് ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ 2 എൻഡുകളും ഇങ്ങനെ നേരെ നിൽക്കണം. ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ പൊങ്ങി നിൽക്കണം. ആ രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ അത് വെക്കുമ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഇതേ സ്ഥലത്ത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ. അതിന് ശേഷമാണ് പിന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 2 എഡ്ജിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ലൈന് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ സ്ട്രാപ്പ് മുകളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇതിൻ്റെ മേൽഭാഗത്തും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കൊടുക്കണം. ഇതുപോലെ ഇവിടെ നിന്ന് എൻഡ് വരെ അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്ട്രാപ്പിന് കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ മറുവശത്ത് ഈ സ്ട്രാപ്പ് വരുന്ന ഈ ഭാഗത്ത്
ഒരു എക്സ് ഷേപ്പിലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ മറിച്ച് വരുന്ന ഈ ഭാഗത്ത് എക്സ് ഷേപ്പിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക, കുറച്ചും കൂടെ ഉറപ്പിന് വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ കൊടുക്കണം. എക്സ് ഷേപ്പിലുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലോത്തിൻ്റെ അടുത്ത ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യാം. ഈ പറഞ്ഞ അതുപോലെ തന്നെ. അപ്പോൾ ഇതേ നമ്മുടെ സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട്. 2 സ്ട്രാപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിൻ്റെ അറ്റത്ത് എക്സ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് 4 ഭാഗത്തും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പ് നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. ഇപ്പോൾ ഇനിയാണ് നമ്മുടെ പേഴ്സിൻ്റെ ഭാഗം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഫോൾഡ് എഡ്ജാണ് ബോട്ടം വരുന്നത് കേട്ടോ, ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പേഴ്സിൻ്റെ ഭാഗം വയ്ക്കുമ്പോൾ ഈ കർവ്ഡ് എഡ്ജ് നമുക്ക് താഴത്തേക്കാണ് വേണ്ടത്. സ്ട്രാപ്പ് വരുന്ന ഭാഗത്ത് സാധാരണ പോലെയുള്ള എഡ്ജ് വയ്ക്കുക. ഇപ്പോൾ ഈ പേഴ്സിൻ്റെ ഭാഗം തന്നെ നിങ്ങൾക്ക് ഇതിലും ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ ഒന്ന് ഇത്തിരി കുറച്ചാൽ മതി. ഇതിൻ്റെ ഈ ലെങ്ത്തും വിഡ്ത്തും ഞാൻ തന്നതിലും ഇത്തിരി കുറയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ട, ക്ലോത്ത് ബാഗിൻ്റെ തന്നെ സെൻറ്ററിൽ ഇത്രയും ലെങ്ത്തിൽ വരണ്ട, വിഡ്ത്തിൽ വരണ്ട എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്തിരി കുറച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 1-2 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ സ്ട്രാപ്പ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചതിൻ്റെ സെൻട്രലായിട്ടാണ്, ഇപ്പോൾ ഈ ക്ലോത്ത് ബാഗിൻ്റെ സെൻട്രലായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇതിപ്പോൾ ഈ എൻഡ് വരെ ഉണ്ട്. ഞാൻ ആ രീതിയിലാണിത് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിലൊരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് എടുക്കണം. അതായത് ഒരു സ്ട്രാപ്പ് വരുന്ന രീതിയിൽ മറ്റേ ഭാഗം താഴത്തേക്കാക്കി വെക്കുക. കാരണം ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ സംഭവം കൊടുക്കുന്നത്, ഈ പേഴ്സിൻ്റെ. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. മറ്റേത് താഴത്തേക്ക് ആക്കിയിട്ട് വെക്കുക. കാരണം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അതിന് ശേഷം ഇത് ഒരു കുറച്ച് പിൻസ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ 8 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്ലോത്ത് ശരിയായ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് 8 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ ഈ അറ്റത്ത് നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം. താഴോട്ട് നമ്മൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത ആ പൊസിഷൻ്റെ അടുത്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അതേപോലെ തന്നെ മുകളിലേക്കും സ്റ്റിച്ച് ചെയ്യണം.
പിന്നെ നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ മേൾ ഭാഗം വിട്ട് വയ്ക്കുക. ആ ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ആ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനതൊരു പോക്കറ്റ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഒരു പോക്കറ്റ് പോലെ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല വലിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ പോയിൻറ്റിലൂടെ ഇങ്ങോട്ട് വന്ന് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സൈഡിൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരു 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. അതിൻ്റെ നല്ല വശം പുറത്തെടുത്തു. ഈ ഭാഗം നല്ല മൂവിങ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് താഴെ ഭാഗം നമ്മുടെ പേഴ്സിൻ്റെ. ഇനി ഇതിൻ്റെ ഫോൾഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പേഴ്സിൻ്റെ ആ ഭാഗം വരെ. എന്നിട്ട് ഇതിൻ്റെ സ്ട്രാപ്പ് ഉള്ളിലേക്ക് വയ്ക്കുക. പിന്നെ താഴെ വരുന്ന ഭാഗം ഇതുപോലെ നമ്മുടെ ആ പേഴ്സിൻ്റെ സെൻറ്ററിലൂടെയുള്ള സ്റ്റിച്ചില്ലേ, അതുവരെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾഡ്, 2 ഫോൾഡ്, പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ കർവ്ഡ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗമില്ലേ പേഴ്സിൻ്റെ, അതിങ്ങനെ മുകളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു തുണിസഞ്ചിയാന്ന് പറയില്ല, ഒരു പേഴ്സ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പേഴ്സിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും വെൽപ്രം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസ് ബട്ടൺ വെക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പ്രസ് ബട്ടൺ വെക്കുമ്പോൾ കുറച്ച് വലുത് വെക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ വെൽപ്രം എന്ന് പറയുന്ന സാധനം വെക്കുക. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ മാത്രമാണ് ഇതൊരു ക്ലോത്ത് ബാഗാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ക്ലോത്ത് ബാഗ് അല്ലെങ്കിൽ മാജിക് പേഴ്സ് അല്ലെങ്കിൽ മാജിക് ക്ലോത്ത് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.